ഹലോ പ്ലസ് ടു മക്കളെ, നിങ്ങളെൽപ്പം ഞങ്ങളുടെ അവസാനത്തെ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്. കാരണം നിങ്ങൾ ഒഫീഷ്യലി പ്ലസ് ടു കഴിഞ്ഞു, എക്സാമിനർ പഠിപ്പിക്കുന്ന പ്ലസ് ടു നിങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന വേറൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ലാസ്റ്റ് ഒരു ഫെയർവെൽ മെസ്സേജ് എൻ്റെ മലക് സാറിൻ്റെ എക്സാമിനറിനെ വക. മെസ്സേജ് ഒന്നുമില്ല, കുറച്ച് ഒരു വീഡിയോ അത്രേ ഉള്ളൂ. നമ്മൾ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം നിങ്ങൾ വെറുതെ കമന്റ് ബോക്സിൽ എന്ന് മുതലാണ് നിങ്ങൾ എക്സാമിനറിന്റെ ക്ലാസ്സുകളൊക്കെ കാണാൻ തുടങ്ങിയെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് എന്നാണെങ്കിലും 9ാം ക്ലാസ് മുതലോ 8ാം ക്ലാസ് 10ാം ക്ലാസ് മുതലോ കാണുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും കുറെ കാലം നിങ്ങൾ എന്ത് ചെയ്തു, ഈ മുഖം കണ്ട് മടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ടീച്ചേഴ്സിനെ ഒക്കെ കണ്ട് മടുത്തിട്ടുണ്ടാവും, ബോറടിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് തിരിച്ച് കാണാൻ പറ്റിയില്ല, നിങ്ങളുടെ മുഖം കണ്ട് ബോറടിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ നിങ്ങളല്ല, നിങ്ങൾ ഞങ്ങളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഹായ് ഒക്കെ പറയാ. കുറെ കുട്ടികൾ ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ എനിക്കൊന്ന് 5-6 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അപ്പം മുതലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അന്നും 10ാം ക്ലാസ് നമ്മുടെ വീഡിയോ കണ്ട് പഠിച്ചിട്ട് പാസ്സായ കുട്ടികളും നല്ല മാർക്ക് കിട്ടിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നേരിട്ട് കാണുമ്പോൾ വന്ന് സംസാരിക്കുക. പിന്നെന്താണ്, പിന്നെ മക്കളെ, ഞങ്ങൾ കുറേ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഈ വീഡിയോ മാത്രം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. കാരണം ബാക്കിയുള്ള നിങ്ങളെ പഠിപ്പിക്കാനുള്ളതും എങ്ങനെ പഠിച്ചു തീർക്കാനുള്ള അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങളോട് എങ്ങനെ ബൈ പറയണമെന്ന് ഓണസ്റ്റ്ലി അറിയില്ല. അലക്സ് സാർ എന്നോട് വന്നിട്ട് ചോദിക്കുക, ഈ വീഡിയോയിൽ എന്താ പറയാ, നമ്മൾ പ്ലസ് ടു പിള്ളേർ പോവാ, 9ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടികളാണ് പോവാണ്. അപ്പോൾ നിങ്ങൾ പറയാനുള്ള ഇത്ര ഉള്ള കാര്യങ്ങൾ. പ്ലസ് ടു വരെ ഞങ്ങൾ നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആവണം. കാരണം നിങ്ങൾ കോളേജിൽ പോകണം, നിങ്ങൾ അതിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് 10 അവർ ലൈവും 8 അവർ ലൈവും ഒന്നും കിട്ടിയെന്ന് വരൂല. ഓക്കെ, അത് നിർക്കാവുന്ന ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ അതൊക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ സ്ട്രാറ്റജി വീഡിയോസ് ആയിക്കോട്ടെ, അല്ലാത്ത നമ്മുടെ ബാച്ചിലർ ലൈഫ് ക്ലാസ്സിലായിക്കോട്ടെ, പലപ്പോഴായിട്ട് നമ്മൾ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് മൊത്തം സാധനം വർക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഇൻസൈറ്റ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലൈഫിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ടി പഠിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗമുള്ളൂ. നിങ്ങൾ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാനും നിങ്ങൾ ഡെഡ് ലൈൻ മാനേജ് ചെയ്യാനും അവസാനം ഇത് കഷ്ടപ്പെട്ട് പഠിക്കുന്നില്ലേ, അതൊക്കെ നിങ്ങളെ ജോലിയിലും കോളേജിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ സ്കിൽസ് ഒക്കെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കോളേജിനും ലൈഫിനൊക്കെ റെഡിയാണ്. നിങ്ങൾ അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എൻജോയ് ചെയ്യാം. ഇഷ്ടമുള്ള കോളേജിൽ പറ്റുന്നത്രയും നന്നായി നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഹാപ്പി ആയിരിക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻട്രൻസും മാർക്കും കോളേജും ഒക്കെ വരുന്നത്. കാരണം അതൊന്നും നിങ്ങൾക്ക് ഹാപ്പിനെസ് ലൈഫിൽ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് അവസാനം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ബാക്കിയുള്ള കാര്യത്തിന് ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമുള്ള ഹാപ്പിനെസ്സും ഫാമിലിയുടെ ഹാപ്പിനെസ്സും ഹെൽത്തും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റി ആണെന്നുള്ള ബോധം വെച്ച് തന്നെ പോവുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ കോളേജിൽ പോകുമ്പോഴും അല്ലെ ജോലിക്ക് പോകുമ്പോഴൊക്കെ എല്ലാത്തിനും ഇങ്ങനെ ഒരു ഫോർമുല ഒന്നും ഇല്ല. ഓക്കെ, അത് ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കോളേജിൽ കയറാം, ഇന്ന കാര്യം ചെയ്താൽ ഈ കരിയറിൽ സക്സസ്ഫുൾ ആവാം, അങ്ങനെ IIT കയറിയില്ലെങ്കിൽ ലൈഫ് പോവും, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഒരു അങ്ങനെ സംഭവമൊന്നുമില്ല. എയിംസ് കയറിയില്ലെങ്കിൽ സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. എടോ, നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിക്കോളും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്നത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാം, അല്ലേ? അത്രേ ഉള്ളൂ. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾക്ക് അതേ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇത് ചെയ്താൽ എനിക്ക് ഇത് കിട്ടണം, അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഓവർ പ്ലാനിങ് നിങ്ങൾ ചെയ്യേണ്ട. കാരണം ലൈഫിൽ അങ്ങനെ ഫോർമുല ഇല്ല, ലൈഫിൽ അങ്ങനെ സെർട്ടനിറ്റി ഒന്നും ഇല്ല, അല്ലെ? ഈ നിങ്ങൾ നല്ല കോളേജിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലിയേ കിട്ടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഈവൻ നിങ്ങൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലൈഫിൽ നിന്ന് അൺസെർട്ടനിറ്റി ഒന്നും ഇല്ല. അപ്പം എപ്പോഴും അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഇത് വേണം അത് വേണം എന്നുള്ള ഓവർ സെർട്ടനിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവാനുള്ള ചാൻസ്. അപ്പോൾ ലൈഫ് ഒരു അഡ്വഞ്ചറും കൂടിയാണ്. ഓക്കെ, പറ്റുന്നത്രയും നമ്മൾ നന്നായി ചലഞ്ച് സാർ പറഞ്ഞാൽ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ അതിന്റെ റിസൾട്ട് അപ്പൊ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിലെ പോലെ ആയിരിക്കില്ല. സ്കൂളിൽ നിങ്ങൾ ആകെയുള്ള വ്യത്യാസം സ്കൂളും ലൈഫിലും തമ്മിൽ, സ്കൂളിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് ഷുവറാണ്, അവിടെ ഉറപ്പൊന്നുമില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഷുവറാണ്. പക്ഷെ ലൈഫിൽ അങ്ങനെയല്ല. ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര പണിയെടുക്കുന്നുണ്ടാവും, പക്ഷേ അതിന്റെ റിസൾട്ട് കാണണമെന്നൊന്നും എപ്പോഴും ഇല്ല. അപ്പൊ അങ്ങനത്തെ വാശി പിടിത്തം തീർച്ചയായിട്ടും കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, തീർച്ചയായിട്ടും അത് വേണം. കാരണം അത് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കൺട്രോൾ അല്ല.
കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾ ലേണിംഗ് വിത്ത് അലക്സ് എന്ന ചാനലിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കുറേ കോളേജിൽ പഠിക്കുന്ന ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചട്ടമരേച്ചിമാരൊക്കെ കാണലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ചാനലിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. കാരണം ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ ജോലിക്ക് പോകും, പൈസ ഉണ്ടാക്കും, പൈസ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് എൻഡോർസ് ചെയ്യുന്നില്ല, നിങ്ങൾ പോയി കാണാം, നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കാണാം, കുറച്ച് കാര്യമുള്ള കാര്യം കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഓവറോൾ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ള കാര്യം തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെന്താണ് സാർ? അത്രേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് our ലാസ്റ്റ് വീഡിയോ. For one last time, signing off. Bye bye. Bye bye. Take care.